വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം 15 ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വഖഫിന് പുറമെ മണിപ്പൂർ സംഘർഷം, അദാനി വിഷയം തുടങ്ങിയവ സഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം. വയനാടിനോടുള്ള കേന്ദ്ര അവഗണന കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇത് സഭകളിലും ഉന്നയിക്കും. രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ നിന്ന് തുടക്കമാവുകയാണ്. ഏതായാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സഭ തൊട്ടു മുൻപത്തെ സഭകളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയത്തിന് ശേഷം ഒരു തിരിച്ചടി NDAക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ 2 സംസ്ഥാനങ്ങളിൽ BJP വിജയിച്ചിരിക്കുന്നു. ഹരിയാനയ്ക്ക് പുറമെ മഹാരാഷ്ട്ര കൂടി വിജയിച്ചത് വലിയ ഊർജ്ജമായാണ് ഏതായാലും NDA ഇത്തവണ സഭയിലേക്ക് എത്തുന്നത്. പക്ഷേ മറുവശത്ത് സർക്കാരിനെ ആക്രമിക്കാൻ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിഷയങ്ങൾ നിരവധിയാണ് പ്രതിപക്ഷത്തിന്. പ്രത്യേകിച്ച് അദാനിക്കെതിരായ അഴിമതി അടക്കം US കോടതിയിൽ അറസ്റ്റ് വാറണ്ട്, ഒപ്പം മണിപ്പൂരിലെ കലാപം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അടിയന്തരമായി സഭ നിർത്തിവെച്ച് ഈ 2 വിഷയങ്ങളും പരിഗണിക്കണമെന്ന നിലപാട് കോൺഗ്രസിനുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗത്തിലൊക്കെ തന്നെ ഈ വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സൗരോർജ്ജ പദ്ധതിക്കായി ഉദ്യോഗസ്ഥർക്ക് കരാർ നൽകിയെന്ന സംഭവം ഗൗരവമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ, അറസ്റ്റ് വാറണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസും ഇന്ത്യ സഖ്യ നേതാക്കളും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിഷയം രാജ്യ താല്പര്യത്തിന് എതിരാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക്, സുരക്ഷയ്ക്ക് എതിരാണ് എന്നുകൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയമൊക്കെ തന്നെ സഭയുടെ മറ്റ് നടപടികളെല്ലാം തന്നെ നിർത്തിവെച്ച് ചർച്ച വേണമെന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്, കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ സർക്കാർ ഇന്നലെ അതിന് നൽകിയിരിക്കുന്ന പാർലമെന്ററി കാര്യ മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി, കാര്യോപദേശക സമിതി ചെയറുമായി കൂടിയാലോചന നടത്തി ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന കാര്യം തീരുമാനിക്കും എന്ന പ്രതികരണമാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അദാനി വിഷയത്തിൽ അടക്കം ഒരു ചർച്ചയ്ക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഈ സഭാ സമ്മേളനവും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ആദ്യ ദിനമായി ഇന്ന് തന്നെ ഇന്ത്യ സഖ്യം പ്രതിപക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സഭാ നടപടികൾ പിരിയുന്ന അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. മണിപ്പൂർ വിഷയം സമാനമായ രീതിയിൽ ഉന്നയിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഏതായാലും ഇന്ന് രാവിലെ നിർണായകമായ യോഗങ്ങൾ ചേരുന്നുണ്ട്. സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളടക്കം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ NDAയുടെ യോഗവും ചേരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വയനാട് അപകടം നടന്ന് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും സഹായം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് എംപിമാരുടെ തീരുമാനം. രാഷ്ട്രീയ ഭേദമന്യേ UDFും LDFും സ്വാഭാവികമായി ഈ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും. അശ്വതി, ശരി. ഇന്ന് പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിവരങ്ങൾ കൂടി. അശ്വതി, പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി 2024 നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ്. ഏതായാലും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമോ എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ കോൺഗ്രസ് തന്നെയാണ് നാന്ദേദിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിജയിച്ച നേതാവും സ്വാഭാവികമായും സത്യപ്രതിജ്ഞ ചെയ്യും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് കരുത്താകുമെന്ന കാര്യത്തിൽ, സഭയ്ക്കകത്ത് കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 കാലങ്ങളെ അപേക്ഷിച്ച് മോദി സർക്കാരിന്റെ, 1ാം മോദി സർക്കാരിനെയും 2ാം മോദി സർക്കാരിനെയും അപേക്ഷിച്ച് പ്രതിപക്ഷ നിരക്ക് അംഗങ്ങൾ കൂടുതലാണ്. കോൺഗ്രസ് മാത്രം 99 അംഗങ്ങളുണ്ട്. ആ ഒരു നിരയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നത്. സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതൃത്വം ഈ ഘട്ടത്തിലുള്ളത്. ശരി. പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെ സഭ വിവിധ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമായേക്കുമെന്നാണ് സൂചന.